അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയോടത്തു നിന്ന് തന്നെയാണ് വീണ്ടും തുടങ്ങുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നെവാഡയിലെ ഫേൺലിയിലാണ്. നമ്മൾ കാലിഫോർണിയയിലെ റിപ്പണിലേക്ക് പോവാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ നിർത്തി വീണ്ടും ഇവിടുന്ന് തന്നെ തുടങ്ങുന്നതിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് GPS മേക്ക് എ യു ടേൺ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഇത്രയും വലിയ ട്രക്ക് റോഡിൽ യു ടേൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നാച്ചുറലി ചെറിയൊരു കാർ എടുക്കുന്ന രീതിയിൽ 3 പോയിൻ്റ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയല്ല, പക്ഷേ എന്നാലും അതിന് ചെറിയ ടെക്നിക്സ് ഉണ്ട്. അപ്പം അത്യാവശ്യം വലിപ്പം വേണം, ഡബിൾ ലൈൻ വേണം റോഡിൽ നമുക്ക് യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ഥലം ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്താലേ അത് എടുക്കാവുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്ന് നമുക്ക് യു ടേൺ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാവേ. ജസ്റ്റ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു യു ടേൺ. അപ്പം ഞാൻ തന്നെ ഇവിടെ ക്യാമറ ട്രൈപോഡി വെച്ചിട്ടാണ് പോകാൻ പോകണം കേട്ടോ. കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ജസ്റ്റ് ഒരു യു ടേൺ എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അത്രേ ഉള്ളൂ യു ടേൺ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാവേ. നേരെ കാലിഫോർണിയയിലെ റിപ്പൺ. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടുത്തെ മലകളൊക്കെ പൊതുവെ ഇതുപോലെ വലിയ പച്ചപ്പും പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പിലാണെന്നുണ്ടെങ്കിലും ഈ മരങ്ങളൊക്കെ ഇതുപോലെ ഉണങ്ങി നിൽക്കാൻ കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ. എല്ലാം ഇല ഒഴിച്ച് വിൻ്റർ സീസൺ സെറ്റപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു കാഴ്ച. അതുകൊണ്ട് എല്ലാം ഉണങ്ങി വരണ്ട് നിൽക്കുക. ഏട്ടാ ഇവിടെയൊക്കെ ഇപ്പോൾ രാവിലെ 7:30 ആയിട്ടുണ്ട്. 7:30 ആകുമ്പോഴത്തേക്ക് 1 ഡിഗ്രിയാണ് ടെമ്പറേച്ചറെ. രാത്രി കൂടി പോയാൽ 0 -1 അങ്ങനെയൊക്കെ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ നാട്ടിൽ, അതായത് ടൊറൻറ്റോ ഏരിയയിലൊക്കെ നമുക്കിപ്പം -10 അല്ല -15 ഒക്കെ ആയിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 3 ദിവസം കൂടുമ്പോഴത്തേക്കും കാലിഫോർണിയയിൽ എത്തുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ബ്രേക്കായി എക്സ്ട്രീം വെതറിൽ നിന്നുള്ള. അപ്പം ആ ഒരു വിൻ്റർ സമ്മർ മാറി അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മളിവിടെ കാലിഫോർണിയയിൽ നല്ല വെതറിലുള്ളപ്പോഴായിരിക്കും അവിടെ വലിയ സ്നോ സ്റ്റോമും പരിപാടികളും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്റർ സീസൺ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും. ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് പല ടെമ്പറേച്ചറുകളിലേക്കും എല്ലാ വെതറിലേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും ഒരു 10-15 ഡിഗ്രി വരെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് കാലിഫോർണിയയിൽ. അപ്പം ആ രീതിയിൽ വിൻ്റർ കമ്പാരിറ്റീവ്ലി പൊതുവെ കുറഞ്ഞ ഒരു സ്ഥലമാണ് കാലിഫോർണിയൊക്കെ. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നെവാഡയുടെ കാര്യം പറയണ്ടല്ലോ. മൊഹാവേ ഡെസേർട്ടാണ് ഇതിൻ്റെ എല്ലാം നെവാഡയുടെ ഒരു കേന്ദ്ര ബിന്ദു. ഈ ഒരു റൂട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്ഥിര റൂട്ടാണ് കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്ലയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്പാർക്സിലെ ജിഗാ ഫാക്ടറിയൊക്കെ ഇവിടെയാണ്. ഈ ഇവിടുന്ന് ഒരു ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെയാണ് ഇപ്പം ടെസ്ലയുടെ ജിഗാ ഫാക്ടറി ഇരിക്കുന്നത്. അതുകൂടാതെ സാക്രമെൻറ്റോ, സാൻ ഫ്രാൻസിസ്കോ ആ ഏരിയയിലേക്കൊക്കെ എന്ത് ഡെലിവറി വന്നാലും നമ്മൾ ഈ റൂട്ടിൽ വന്നിട്ടാണ് നേരെ സാക്രമെൻറ്റോയിലേക്കും സാൻ ഫ്രാൻസിസ്കോയിലും ഒക്കെ കയറുന്നത്. പക്ഷേ ഡെലിവറി കാലിഫോർണിയയുടെ തന്നെ ലോസ് ആഞ്ചലസ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോൾട്ട് ലേക്ക് സിറ്റി എടുത്തിട്ട് അവിടുന്ന് ഈ ഇൻ്റർസ്റ്റേറ്റ് 80 എന്ന് പറയുന്ന ഹൈവേ തിരിഞ്ഞ് ഇൻ്റർസ്റ്റേറ്റ് 15 കൂടെ പോയി ലാസ് വേഗാസ് വഴി ലോസ് ആഞ്ചലസിൽ കയറും. എൻ്റെ മോനെ, എന്നാ പൊളി വിഷ്വലായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച ഫ്രെയിം. ആലോചിച്ച്, ഒരു സൈഡിൽ വെള്ളം, അതിൻ്റെ ഇപ്പുറം ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡെക്കർ ട്രെയിൻ, അതിൻ്റെ ഇപ്പുറം നല്ല കിടുക്കൻ ഹൈവേ, ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല മൗണ്ടൻസും. എന്നാ സെറ്റപ്പായിരുന്നു അല്ലേ.
ഇവിടുത്തെ ട്രെയിനുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും ആലോചിച്ച് നോക്കിക്കേ, ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ ഇത്രയും എക്സ്ട്രീം നീട്ടത്തിലുള്ള ഈ ട്രെയിനുകൾ ഇതുപോലത്തെ മൗണ്ടൻസ് ക്ലൈംബ് ചെയ്യേണ്ടത്, അതിങ്ങനെ സിക്സാഗ് പോലെ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളെ കവർ ചെയ്ത് കയറുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര കിടുക്കനാണ് കേട്ടോ. പലപ്പോഴും അതൊക്കെ ഒന്ന് ഡ്രോണിൽ ഇത് കയറുന്നതല്ല, നല്ല അടിപൊളിയായിട്ട് റോഡിൽ എവിടെയെങ്കിലും നിർത്തി എടുക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഹൈവേയിൽ വേണ്ട, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ നമുക്കൊരു ട്രക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർക്കിംഗ് സ്പേസ് ലിമിറ്റഡാണ്. അപ്പോൾ റോഡ് സൈഡിൽ ഒന്ന് പെട്ടെന്ന് നിർത്തി നമുക്ക് ആ വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും. കാരണം നമ്മൾ ഇത്രയും വലിയ വണ്ടി നിർത്തി ഷോട്ട് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയത്, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടം വരുത്തുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരിത്. അപ്പോൾ പലപ്പോഴും ആലോചിക്കും, എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ബൈക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാറിലോ ഒരു 2-3 ആഴ്ച സമയമെടുത്ത് ഈ റൂട്ടിലൊക്കെ തന്നെ വന്ന് നമ്മളങ്ങനെ മിസ്സാവുന്ന, ഇപ്പോൾ നമുക്ക് സ്ഥിരം ഈ റൂട്ടുകളിലെല്ലാം വന്ന് ഇതിൻ്റെ ഫോട്ടോജനിക് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം അറിയാമല്ലോ. അപ്പോൾ നമുക്ക് മിസ്സാവുന്ന ആ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. എന്നെങ്കിലും ഒരു ദിവസം അതെല്ലാം നടക്കട്ടെ. ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ ഫാക്ടറീസ് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മുടെ ടെസ്ല ആണെങ്കിലും കാലിഫോർണിയയിൽ നിന്ന് മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടെക്സാസിലും ഇവിടെ നെവാഡയിലും സ്ഥലം മേടിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ന്യൂസെല്ലാം. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്കറിയാവുന്ന സ്പാർക്സിലെ ആ ഒരു ടെസ്ലയോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അത്രോളം കിലോമീറ്റർ കണക്കിന് ഏക്കർ കണക്കിന് സ്ഥലം ടെസ്ല അവരുടെ ഫാക്ടറിക്കും ഡെവലപ്മെൻറ്റിനും ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയുള്ള സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ജോലിയായി, പെട്ടെന്ന് ഡെവലപ്മെൻറ്റായി, നിപ്പി കുറേ ട്രക്ക് സ്റ്റോപ്പുകളും. കാരണം വികസനം വരുമ്പോഴേ വലിയ കമ്പനികൾ വരുമ്പോൾ ആ രീതിയിലാണല്ലോ വരുന്നത്. കാരണം പണ്ടൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഫേൺലിയിലെ 1-2 ചെറിയ ട്രക്ക് സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വേണ്ട ഈ സ്പാർക്സ് എന്ന് പറയുന്ന സ്ഥലം ടെസ്ല മേടിച്ചോടുകൂടി ഭയങ്കര വലുതാവുകയും എല്ലാവർക്കും ഇഷ്ടംപോലെ ആൾക്കാരും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ടെസ്ലയുടെ മാത്രമല്ല കേട്ടോ, അതിനോടനുബന്ധിച്ച് തന്നെ അപ്പം മറ്റ് പല, കാരണം ഒരു വലിയ കാർ മേക്കർ വരുമ്പോഴത്തേക്കും അതിനോടനുബന്ധിച്ചുള്ള ഇഷ്ടംപോലെ ചെറിയ പരിപാടികളും വരുമല്ലോ. വന്ന് റോഡുകളെല്ലാം വികസിച്ചു, ഇഷ്ടംപോലെ കടകളായി, ആൾക്കാർക്ക് ജോലിയായി, ട്രക്ക് സ്റ്റോപ്പുകളായി, അങ്ങനെ എല്ലാം സെറ്റപ്പായിട്ടുണ്ട്. ഈ സ്പാർക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് റെനോ എന്ന് പറയുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ലാസ് വേഗാസ് കഴിഞ്ഞാൽ നെവാഡ സ്റ്റേറ്റിലെ 2nd ഏറ്റവും വലിയ സിറ്റിയാണ് ഈ റെനോ എന്ന് പറയുന്നത്. ഈ റെനോ ക്രോസ് ചെയ്യുന്നതോടുകൂടി നല്ല സ്നോ വീണിട്ടുള്ള മഞ്ഞുമലകളൊക്കെ കാണാൻ തുടങ്ങി. അതോടുകൂടി ഇത്രയും നേരം നമ്മൾ ഇഷ്ടംപോലെ മൗണ്ടൻ റേഞ്ചസ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അതിന് മുകളിൽ മഞ്ഞൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനി മുതൽ അങ്ങനത്തെ അടിപൊളി കുറച്ചുകൂടെ മഞ്ഞ് വീണ് കിടക്കുന്ന അടിപൊളി കാഴ്ചകളായിരിക്കും. ഇന്നിപ്പം ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഈ ഏരിയയ്ക്ക് ഇന്ന് തിരക്കിൻ്റെ ബഹളമായിരിക്കും ഈ സമയത്ത്. എല്ലാ ലൈനും നിറഞ്ഞ് കവിഞ്ഞ് ജോലിക്ക് താമസിച്ചിറങ്ങിയിട്ട് കുത്തിക്കയറ്റുന്നവരുടെയും ബഹളം എല്ലാമായിട്ട്. ഇന്നിപ്പം ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് ദൈവാനുഗ്രഹിച്ച് തിരക്കില്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് പോവാം. എന്തായാലും റെനോ കഴിഞ്ഞോടുകൂടി സ്നോയി മൗണ്ടൻസിൻ്റെ ഒക്കെ ഒരു ക്ലോസ് റേഞ്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ കാലിഫോർണിയ നെവാഡ ബോർഡർ എത്തുവേ. ബോർഡറിൽ നമ്മൾ അഗ്രികൾച്ചർ ഡിക്ലെയർ ചെയ്യേണ്ടടുത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം നമ്മുടെ എന്നൊക്കെ സാധനങ്ങളാണ് ഉള്ള, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ. അത് കാലിഫോർണിയയുടെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കെന്തായാലും ആ ബോർഡറിൻ്റെ അങ്ങോട്ട് നീങ്ങാം. അങ്ങനെ നമ്മൾ നെവാഡ ക്രോസ് ചെയ്ത് കാലിഫോർണിയയിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല കിടുക്കൻ വിഷ്വൽസ് അല്ലേ മുമ്പിൽ, നല്ല സൂപ്പർ മഞ്ഞുമലകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, നല്ല പച്ച വിരിച്ച പൈൻ മരങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു പ്രകൃതി മനോഹാരിതയിലേക്കാണ് നമ്മുടെ അർജുൻ ഭായി ഉറക്കണീറ്റ് വന്നേക്കുന്നത്. രാത്രി നിറയെ ചുമയായിരുന്നല്ലോ ബ്രോ. ക്രിസ്മസിൻ്റെ ഒക്കെ ക്ഷീണമെന്നാണ് പറഞ്ഞത്, ചുമ.
ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു സ്പോട്ട് പാർക്ക് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രോൺ ഒന്ന് ഉറപ്പിച്ച് 2-3 അടിപൊളി വിഷ്വൽസ് എടുക്കാൻ നമുക്ക് നോക്കാവേ. ആ ചൈനപ്പ് ഏരിയയിൽ നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ. കാലിഫോർണിയ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കുകളുടെയൊക്കെ സ്പീഡ് 55 മൈൽസ് പെർ അവർ ആട്ടോ. എന്ന് പറഞ്ഞാൽ ട്രക്കുകൾക്ക് മാത്രമല്ല, ഇപ്പം ടോ ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും. ഇപ്പം ഈവൻ ഒരു ചെറിയ വണ്ടിയിലാണെങ്കിലും അവർ അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ ട്രെയിലറോ അല്ല കാരവാനോ ഒക്കെ ടോ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ടോ ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും 55 മൈൽസ് പെർ അവറിലാണ് സ്പീഡ് ലിമിറ്റ്. മഞ്ഞൊക്കെ പെയ്ത് വെള്ളം കിട്ടിയതുകൊണ്ടേ പൈൻ മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തളിർത്ത് നിൽക്കുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് പെയ്യുമെങ്കിലും പിന്നീട് ഇവിടെ പ്ലസ് ടെമ്പറേച്ചറായി മാറും. ഇന്ന് തന്നെയാണെങ്കിലും ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും 8 ഡിഗ്രി വരെ ഇവിടെ ടെമ്പറേച്ചർ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീണ് കിടക്കുന്ന സ്നോ എല്ലാം മെൽറ്റ് ആവുമല്ലോ. അത് ഇവിടുത്തെ ഈ വെള്ളം കിട്ടാണ്ട് കിടക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളം കിട്ടുന്ന സമയമായതുകൊണ്ട് പൈൻ മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പച്ചപ്പായിട്ട് നല്ല തളിർത്ത് നിൽക്കും. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി താഹൂർ നാഷണൽ ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു ഏരിയ എല്ലാം താഹൂർ നാഷണൽ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ തന്നെ ലേക്ക് താഹു എന്ന് പറയുന്ന അടിപൊളി ഒരു ക്ലിയർ ആയിട്ടുള്ള ലേക്കും ഉണ്ട്. നല്ല കിടുക്കൻ ലേക്ക്. ഈ ഒരു ഏരിയ ഒക്കെ മഞ്ഞ് പെയ്ത് കിടക്കുമ്പോൾ സ്കീയിങ്ങിന് ഭയങ്കര ഫേമസ് ആണ്. ഒത്തിരി സ്കീ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്ന് സ്കീയിങ് ക്യാമ്പുകളും സ്കീ റിസോർട്ടുകളും ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പുകളാണ്. അങ്ങനെ എന്തായാലും ഒരു കിടില സ്പോട്ടിൽ നമ്മൾ വണ്ടി നിർത്തിയേക്കുക. നമുക്ക് കുറച്ച് ഡ്രോണൊക്കെ പറപ്പിച്ച് പുറത്തെ കുറച്ച് ഷോട്ട്സ് ഒക്കെ എടുത്തിട്ട് വരാവേ. നമുക്ക് റീലിലും നിങ്ങളെ കാണിക്കാവേ. അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ നമുക്ക് ഡ്രോണൊക്കെ പറപ്പിക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ടിലാണ് നമ്മൾ നിർത്തിയിരുന്നത്. പയ്യെ ഡ്രോൺ പറപ്പിക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് നോ ഡ്രോൺ സോണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെനോ എന്ന് പറയുന്ന സ്ഥലവും എയർപോർട്ടും ഒക്കെ ഇതിന് തൊട്ടടുത്തുള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡ്രോൺ പറപ്പിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും നിർത്തിയതല്ലേ, അപ്പോൾ പിന്നെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ടാടുന്നത് നമ്മുടെ ക്യാമറയിൽ കാണിച്ചു തരാവേ. നമ്മളിപ്പോൾ നിർത്തിയേക്കുന്നത് നമ്മൾ ഇനിയാണ് ഹെവി ആയിട്ടുള്ള മൗണ്ടൻസ് ഒക്കെ വരുന്നത്. ആ മൗണ്ടൻസ് കയറുന്നിടത്ത് ചെയിൻ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്താണ്. നിങ്ങൾ കണ്ടോ, ചെയിൻ ഇൻസ്റ്റലേഷൻ ഓൺലി എമർജൻസി പാർക്കിംഗ്. അപ്പോൾ അതാണ്ട് മെയിൻ റോഡിൽ നിന്ന് മാറി ഇത്രയും ഏരിയ നമുക്ക് ട്രക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ മൗണ്ടൻസ് ഒക്കെ കയറാൻ നേരത്ത് ചെയിൻ ഇടുന്നത് കേട്ടോ. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കിടുക്കൻ അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രീം മൈനസ് ടെമ്പറേച്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ വേണ്ട വെള്ളമൊക്കെ ഒഴുകുന്ന കണ്ടീഷനിലാണ്. അപ്പോൾ താഴെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് ഓർത്തായിരുന്നു ഇരുന്നത്. പക്ഷെ നിറയെ ഉരുളൻകല്ലുകളും പിന്നെ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് വേണ്ട കാല് ഉളുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ഇറങ്ങി പോകുന്നില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. മോനെ നല്ല കിടിലം വിഷ്വൽ കേട്ടോ. കറക്റ്റ് സമയത്ത് ഒരു ട്രെയിൻ വന്നു. നോക്കിക്കേ എന്താ അവൻ്റെ ലുക്ക്.
അപ്പം ഇതിൻ്റെ ബ്യൂട്ടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഈ പുഴയുണ്ടല്ലോ, ഈ പുഴ ഇപ്പോൾ ഒഴുകുന്ന കാരണം നല്ല രസമുണ്ട്, നല്ല ബ്ലാക്ക് ആയിട്ടല്ലേ ഒഴുകുന്നത്. പക്ഷേ എക്സ്ട്രീം മൈനസ് ടെമ്പറേച്ചറിൽ പോയാൽ ഈ പുഴയും കട്ടയായി പോവേ, അപ്പോൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ആകുമ്പോൾ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒഴുകുന്ന പുഴ കാണാൻ നല്ല അടിപൊളിയാണ്. എന്തായാലും നമ്മളിന്ന് ഭാഗ്യവാന്മാരാണ്, നല്ല കിടിലം വിഷ്വൽസ് കുറേ നമുക്ക് കിട്ടി. ഈ ട്രെയിൻ പോകുന്നത് അത് ശരിക്കും അത്ഭുതമാണ് കേട്ടോ. ഡ്രോണും കൂടെ പറപ്പിക്കാൻ പറ്റിയായിരുന്ന ബ്യൂട്ടിഫുൾ ആയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരമൊക്കെ നിർത്തി ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ഒത്തിരി താമസിക്കണ്ട. ഇവിടെ അർജുൻഭായി എണീറ്റ് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുക. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. എൻട്രൻസിലുള്ള വേസ്റ്റ് സ്റ്റേഷനിൽ നമുക്ക് ബൈപ്പാസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പുറം നമ്മൾ അഗ്രികൾച്ചർ ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു, അവിടെ നമുക്ക് നിർത്തിയിട്ട് ഡിക്ലെയർ ചെയ്യണേ. ഇവിടെ അഗ്രികൾച്ചർ ഡിക്ലെയർ ചെയ്യാൻ നേരത്തെ നമ്മൾ വേണ്ട ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഡോക്യുമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ എന്താ ക്യാരി ചെയ്യുന്നത്, ഈ പേപ്പർ കാണിച്ചിട്ട് നമ്മൾ എന്താണ് ക്യാരി ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞാൽ മതി. It's auto parts for Tesla. What? Auto parts for Tesla. Can't say. ഇത്രയേ ഉള്ളൂ ഡിക്ലറേഷൻ്റെ പരിപാടി. അഗ്രികൾച്ചറൽ റിലേറ്റഡ് പ്രോഡക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ സ്മൂത്തായിട്ട് വിട്ടുപോരാം. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഹൂർ നാഷണൽ ഫോറസ്റ്റ് ഇച്ചിരി നേരം ബോർഡ് കണ്ടില്ലായിരുന്നു, അങ്ങോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി പച്ചപ്പ് നിറഞ്ഞ പൈൻ മരങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ വെള്ള നിറത്തിൽ മഞ്ഞ് പെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നല്ല സൺലൈറ്റും കൂടെ അടിക്കുന്നതുകൊണ്ട് കിടിലം വിഷ്വൽസ് ആട്ടോ. കറക്റ്റ് പെർഫെക്റ്റ് ടൈമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ഡ്രോൺ പറപ്പിക്കാൻ പറ്റാത്ത ഒരു സോണായിപ്പോയി. എന്ത് ചെയ്താൽ പൊങ്ങുന്നില്ലായിരുന്നു. ശരിക്കും ഇൻ്റർസ്റ്റേറ്റ് 80 എന്ന് പറയുന്ന ഈ ഒരു ഹൈവേ ട്രക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിൻ്ററിൽ നൈറ്റ് മെയർ ആവുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു പോർഷനാണ് കേട്ടോ. ഈ ഒരു പോർഷൻ ഒരുമാതിരിപ്പെട്ട എല്ലാ സമയത്തും, അതായത് വിൻ്ററിൻ്റെ ആ ഒരു 6 മാസത്തിൽ, അതായത് ഇൻക്ലൂഡിങ് ജൂണിൽ വരെയൊക്കെ നമുക്കിവിടെ സ്നോ കിട്ടിയിട്ടുണ്ട്. ഈ വലിയ മൗണ്ടൻസ് കയറാൻ നേരത്ത് നമുക്ക് സ്നോ ഇടാണ്ട് കയറാനേ പറ്റിയല്ല. ഈ സാധനം ആൾക്കാർക്കെല്ലാം ഭ്രാന്ത് പിടിക്കും. അപ്പം ഒരുമാതിരിപ്പെട്ട കമ്പനികളെല്ലാം സേഫ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു റൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡ്രൈവേഴ്സിനോട് നിർദ്ദേശിക്കുകയും, ഒരുമാതിരിപ്പെട്ട ഡ്രൈവേഴ്സ് ആരും വിൻ്ററിൽ ഈ റൂട്ട് എടുക്കണമെങ്കിൽ ആ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം ഒരു കമ്പനിയിൽ ഹയർ ആവാൻ നേരത്ത് തന്നെ അവർ ചോദിക്കും, നിങ്ങൾ വിൻ്ററിൽ 40 ആണോ 80 ആണോ, 80 ആണെങ്കിൽ ഈ റൂട്ട് എടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആൾക്കാർ കയറുന്നതൊക്കെ. ശരിക്കും നമ്മുടെ ചാനലിലുള്ള ചെയിനിട്ട് ഓടിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ചെയ്തേക്കുന്നത്, അതെല്ലാം ഈ റൂട്ടിലാണ് നമ്മൾ ചെയിനിട്ട് ഓടിച്ചേക്കുന്നത്. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പം ഞാനെന്തായാലും ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ വീഡിയോയുടെ നമ്പർ ഓർക്കുന്നില്ല. പക്ഷേ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ആ വീഡിയോയുടെ വ്ളോഗ് നമ്പർ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ ഇട്ടേക്കാം കേട്ടോ. മൊത്തത്തിൽ സ്നോ പെയ്ത് കിടക്കുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ പ്ലസ് ആയതും കൊണ്ടും ചിലപ്പോൾ മഞ്ഞ് മെൽറ്റ് ആവുന്നതിൻ്റെ ആയിരിക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ഫോഗ് പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. നമ്മുടെ കോടമഞ്ഞുണ്ടല്ലോ.
എന്തായാലും എങ്ങനെയുണ്ട് ഇന്നത്തെ വിഷ്വൽസ് എല്ലാം? കിടുക്കനായിട്ടില്ലേ? അപ്പോൾ നമ്മളെ ഈ വിഷ്വൽസൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതൊക്കെയാണ് നമുക്ക് ഇതുപോലത്തെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കേട്ടോ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചകളെക്കാളും കിടുക്കനാണ് കൊണ്ടുവരാൻ പറ്റാത്ത കാഴ്ചകൾ. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മൂവിങ് വെഹിക്കിൾ ആയതുകൊണ്ട് ഇപ്പം തന്നെ ഇത്രയും മഞ്ഞ് മൂടി കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ കല്ലുകളിൽ ചിന്നിച്ചെതറിപ്പോകുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം സെറ്റപ്പ് കണ്ടായിരുന്നു. കിടുക്കൻ സെറ്റപ്പായിരുന്നു. പക്ഷേ നമുക്കവിടെ നിർത്തി, കാരണം കണ്ടങ്ങ് പോയി കഴിഞ്ഞിട്ടാണ് പരിപാടിയെ. അപ്പോൾ നമുക്കത് എടുക്കാനും പറ്റിയില്ല, ഇനി തിരിച്ചു പോയി എടുക്കാനും പറ്റില്ല ഈ ട്രക്കും കൊണ്ട്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ഏരിയ ഡോണർ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. കുറേ മൗണ്ടൻ റേഞ്ചസും പരിപാടികളൊക്കെ ആയിട്ട് ഡോണർ സമ്മിറ്റ്. നിങ്ങളിപ്പം ഒരു വാർണിംഗ് സൈൻ കേട്ടോ, നെക്സ്റ്റ് 40 മൈൽസ് ഡൗൺ ഗ്രേഡായി ഇറക്കായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല, തണുപ്പുള്ള ഒരു സെറ്റപ്പ് അല്ലേ. സമ്മർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് പോകേണ്ട ഒരു ഏരിയയാണ്. കാരണം ഹെവി ലോഡും കൂടെയാണ് നമ്മുടെ ലോഡ് എന്നുണ്ടെങ്കിൽ ബ്രേക്ക് എല്ലാം ചൂടായി, കാരണം അനാവശ്യമായി നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചൂടായി പഴുക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് പൊതുവെ തണുപ്പായതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. എന്നാലും നമുക്ക് ആ സമ്മറിൻ്റെ അത്ര റിസ്ക് ഇല്ല. തന്നെയല്ല നമ്മുടെ ലോഡും ലൈറ്റ് ലോഡാണ്. സമ്മറിൽ മാത്രമല്ല കേട്ടോ സൂക്ഷിക്കേണ്ടത്, ശരിക്കും സ്നോഫോൾ ഉള്ള സമയമാണെങ്കിലും സൂക്ഷിക്കണം. അറിയാമല്ലോ, ചെയിനൊക്കെ ഇട്ട് പോകുമ്പം തെന്നി തെറിച്ച് പോകും. വേണ്ട സ്നോ കൂട്ടി പൊക്കി വെച്ചേക്കണതിൻ്റെ ഒരു കനം കണ്ടോ, ആ ഭിത്തി പോലെ പൊങ്ങിയിരിക്കുന്നത് സ്നോ മാറ്റി വെച്ചേക്കണം കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആ വണ്ടിയില്ലേ, ആ വണ്ടിയാണ് ഇതുപോലെ സ്നോ ഫ്രണ്ടിൽ നിന്ന് കറക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന ഒരു എക്സോസ്റ്റ് പോലത്തെ ഷേപ്പിലുള്ള ആ ഒരു, അതായത് നമ്മുടെ സ്നോർക്കലൊക്കെ സാധാരണ വെക്കുന്ന ഷേപ്പിലുള്ള ഒരു പൈപ്പ് വെച്ചിട്ട് പുറത്തേക്ക് തള്ളി അടിച്ച് മാറ്റിയിടും. നിങ്ങളിപ്പോൾ കണ്ട മെഷീനില്ലേ, ഈ മെഷീനാണ് സ്നോ വാരിയറിയും എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ റോഡൊക്കെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ മൗണ്ടൻ ഏരിയാസിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് മെഷീൻ. നമ്മളിപ്പോൾ കണ്ട റോഡ് സൈഡിലെ ആ ട്രക്കുകളൊക്കെ നിർത്തിയിട്ടിരുന്ന സ്ഥലമില്ലേ, അത് നമ്മുടെ ട്രക്കുകളെല്ലാം നിർത്തി ബ്രേക്കെല്ലാം ഓക്കെ അല്ലേ, നോർമൽ ടെമ്പറേച്ചർ അല്ലേ, ഒന്നും പഴുത്തിരിക്കുമല്ലോ, ബ്രേക്കെല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലേ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനുള്ള ബ്രേക്ക് ചെക്ക് ഏരിയ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം ഇനിയാണ് ഇതിൻ്റെ ഒരു സ്റ്റീപ്പ് ഡൗൺ ഗ്രേഡ് വരാൻ പോകുന്നത്. നിങ്ങൾ നോട്ടീസൊക്കെ കണ്ടോ? ഏകദേശം 40 മൈലോളം ഉള്ള വലിയ ഇറക്കാണെങ്കിലും ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ഒറ്റ ഇറക്കമല്ലേ, ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ളൊരു പോർഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് ഇറങ്ങുന്നതിന് മുമ്പ് ബ്രേക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. അവിടെ കുറേ നേരം ഓടിച്ചു വന്ന ഡ്രൈവേഴ്സിന് വേണം ഒരു അരമണിക്കൂർ ബ്രേക്കൊക്കെ എടുത്ത് നമ്മുടെ ടയറും ഡ്രമ്മും ഒക്കെ ഒന്ന് മൊത്തത്തിൽ ടെമ്പറേച്ചർ ഡൗൺ ആവാൻ വേണ്ടിയിട്ടുമൊക്കെയുള്ള എല്ലാം ഓക്കെ അല്ലേ കണ്ടീഷനൊക്കെ. കാരണം ഇറക്കത്തിൽ ബ്രേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ എത്ര വലിയ ഡാമേജ് ആയിരിക്കും സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലവും ആൾക്കാരെ നിർത്തിയിട്ടേക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. എൻ്റെ ആ മൗണ്ടൻ റേഞ്ച് കടന്ന് നമ്മൾ കാലിഫോർണിയയുടെ മെയിൻ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ മാറിയതുണ്ട്. ഇപ്പോൾ 7 ഡിഗ്രി ഉണ്ട് ടെമ്പറേച്ചർ.
കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ മഞ്ഞുമലകളൊക്കെ കടന്ന് കാലിഫോർണിയയുടെ മെയിൻ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ സാക്രമെൻറ്റോ എന്ന് പറയുന്ന ഒരു ടൗൺ എത്തും. ആ സാക്രമെൻറ്റോ സിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിപ്പണിലേക്ക് എത്തുന്നത്. നമ്മുടെ റിപ്പണിലേക്ക് ഏകദേശം 160 കിലോമീറ്ററാണ് നമുക്കുള്ളത്. സാധാരണഗതിയിൽ ഈ നോർത്തേൺ കാലിഫോർണിയയിൽ നമുക്ക് ഹോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിപ്പണിലെ ഒന്നെങ്കിൽ ലൗസിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലൈങ് ജേ ഉണ്ട്. ആ ഫ്ലൈങ് ജേലോ അവിടെ എവിടെയാണോ പാർക്കിംഗ് അവൈലബിൾ ഉള്ളത് അവിടെയാണ് നമ്മൾ നിർത്താറ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി റിപ്പണിലെ ലൗസിലേക്ക് എത്തിയിരിക്കുകയാണേ. ഇവിടെ പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ പാർക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഫ്ലൈങ് ജേയിലേക്ക് പോകണ്ടേ. എന്തായാലും ലൗസി തപ്പിയപ്പോഴത്തേക്കും പാർക്കിംഗ് എല്ലാം ഫുള്ളാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ തൊട്ടപ്പുറമുള്ള ഫ്ലൈങ് ജേയിലെ പാർക്കിങ്ങിലേക്ക് പോകാം കേട്ടോ. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ പാർക്കിംഗ് ഉണ്ട് ലൗസിനേക്കാളും. എന്നാലും ഇന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ ഓൾറെഡി ഉണ്ട് പാർക്ക് ചെയ്തിട്ടേക്കുക. അങ്ങനെ ഒരു വിധത്തില് റിപ്പണിലെ ഫ്ലൈങ് ജേയിൽ നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. റിസർവ്ഡ് സ്പോട്ട്സ് അല്ലാതെ ആകെ കൂടി ഫ്രീ ആയിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞായറാഴ്ച അല്ലേ, അപ്പോൾ ഞായറാഴ്ച കൊണ്ട് ലോഡൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ ഓൾറെഡി ഇവിടെ കിടക്കണവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടേതായ ഒരു സ്പോട്ട് കിട്ടി, നമ്മൾ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നാളത്തേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാവേ.